ഷാഫി ദ ട്രാവലർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരിക്കടുത്ത് ചേപ്പാറ എന്ന് പറയുന്ന പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു കുന്നിൻ മുകളിലാണ്. അപ്പോൾ ആ കുന്നിൻ്റെ മനോഹരമായ കാഴ്ചകളും പ്രാചീന ശിലായുഗത്തിൽ മുനിമാർ തപസ്സനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന ചെറിയ ചില ഗുഹകളും അവിടെ നമുക്ക് കാണാനുണ്ട്. ആ കാഴ്ചയുടെ ആ മനോഹരമായ ദൃശ്യങ്ങൾ ഒട്ടും സമയം കളയാതെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇതാ മുകളിലേക്ക് കയറി പോവാണ്. എവിടെ നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴ്വാരത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പാറ കണ്ടില്ലേ, നല്ല ഹൈറ്റിലാണ് ഈ പാറ നിൽക്കുന്നത്. കുറച്ചധികം കയറാനുണ്ട് കേട്ടോ. നമുക്ക് മുന്നിൽ കുറച്ച് ആളുകൾ കയറി പോകുന്നുണ്ട്. പരമാവധി അവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക എന്നതാണ് ലക്ഷ്യം. അത്യാവശ്യം വലിയൊരു കയറ്റാണ്. കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള താഴേക്കുള്ള ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. എത്രത്തോളം എന്ന് വെച്ചാൽ പരമാവധി ഇപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ എത്തിയാലാണ് ഇനി നല്ല നല്ല കാഴ്ചകൾ കാണാൻ കിടക്കുന്നത്. ഇപ്പം നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ എത്തിയിട്ട് പിന്നെ താഴേക്ക് ക്യാമറ തിരിച്ചാൽ മതി എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം അപ്പോഴാണ് അതിൻ്റെ ആ ഭംഗി വളരെ ക്ലിയറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിഭാഗമാണ് നിങ്ങൾ കാണുന്നത്. താഴെ ഒരു വീട്, കടകൾ ഒക്കെ കാണാം. കണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയോ. ഇപ്പോൾ വീണ്ടും നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തെത്തും. ഭയങ്കര കയറ്റാണ്. ഇവിടെയൊക്കെ ഒരു റെയില് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആളുകൾ പെട്ടെന്ന് സ്ലിപ്പായിട്ട് വീഴണ്ട എന്ന് കരുതിയിട്ടാണ് ഈ റെയിലുകൾ പിടിപ്പിച്ചിരിക്കുന്നത്. ആ ബാക്ക് ഭാഗം കയറി വരുന്ന ആ വഴിയിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇതാണ് ആ ടൗൺഷിപ്പ്. കാറ്റ് പിടിക്കുന്നുണ്ട്, നല്ല കാറ്റാണ്. അപ്പോൾ നമ്മളിതാ വീണ്ടും കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറ്റം കയറി മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബോർഡ് കാണാം. ചേപ്പാറ റോക്ക് ഗാർഡൻ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതും ശിക്ഷാർഹം. മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിച്ചാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കേണ്ടത്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോർഡ്. അടുത്തേക്ക് വന്നട്ടാ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എവിടേക്ക് തിരിഞ്ഞാലും, എവിടേക്ക് ക്യാമറ തിരിച്ചാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പ്രാചീന ശിലായുഗത്തിൽ മുനിമാർ തപസ്സനുഷ്ഠിച്ചു എന്ന ഐതിഹ്യത്തിൽ അറിയപ്പെടുന്ന ഗുഹകളും ഇവിടെ ദൃശ്യമാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എവിടെയും കാണാനുള്ളത്. എന്താ ഭംഗി, നല്ല കാറ്റാട്ടോ അവിടെ. നല്ല സൂപ്പർ കാറ്റ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കണ്ട, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. വൈബ് എന്ന് പറഞ്ഞാൽ വേറെ വൈബാ. എന്ത് രസമാണെന്നറിയാം കാണാൻ. വെള്ളം ഒഴുകിയിട്ടുള്ള പാടുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ആളുകൾ കുളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം.
ഇപ്പം ഇവിടെ വെള്ളം ഒഴുകുന്നില്ല, വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്നുണ്ട്. നമ്മുടെ കാക്ക തട്ടോ, നേരത്തെ പോയ കാക്ക മുങ്ങി. പുള്ളി ആളെ കണ്ടപ്പോൾ മുങ്ങി. തെര അടിക്കുന്നത് പോലെ വെള്ളം, തെര അടിക്കുന്നത് ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ കുറേ കയറ്റം കയറി വന്നല്ലേ, അപ്പോൾ നമ്മളൊന്ന് വിശ്രമിച്ചു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പിടം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇരിപ്പിടത്തിൽ നമ്മളൊന്നിങ്ങനെ സുഖസുന്ദരമായിട്ട് നല്ല കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. ശക്തമായ കാറ്റാണ്. നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും ഒന്നും പറയാൻ വാക്കുകളില്ല. അപ്പം ഇനി നമുക്ക് വീണ്ടും കുറച്ച് നേരം ഇരുന്നതിന് ശേഷം യാത്ര തുടരാം. പുരാതനമായിട്ടുള്ള ഒരു തടാകമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള എന്താ രസം. അതും ഈ കുളത്തിൽ ഏത് വേനലിലും വറ്റാതെ വെള്ളം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കുളം. ജസ്റ്റ് ഇതിലൊന്ന് കാല് കഴുകിയാലോ എന്ന് തോന്നുന്നുണ്ട്. അത്രയും നല്ല സൂപ്പർ വെള്ളമാണ്. അടിപൊളി വെള്ളം. ഞാൻ ജസ്റ്റ് ഒന്ന് കാല് കഴുകി. അപ്പോൾ ഇതാണ് ആ കുളത്തിൻ്റെ കാഴ്ചകൾ. ഒരു തടയണ പോലെ ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഒരു ഭംഗിയുള്ള കുളം. എന്ത് രസമാണെന്നറിയോ കാഴ്ച കാണാൻ. ഇതിപ്പോൾ എത്രത്തോളം ആഴം ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ പരമാവധി കുറച്ച് ദൂരം ആഴം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിലൊന്ന് ഇറങ്ങി കുളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്ന് പ്രത്യേകം പലയിടത്തും ഓർമ്മപ്പെടുത്തലുകളുണ്ട്. നമ്മളിപ്പോൾ നടന്നിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ഫ്രണ്ടിലായിട്ട് നിങ്ങൾ കാണുന്നത് പ്രാചീന കാലത്ത് മുനിമാർ തപസ്സനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന മുനിയറയാണ്. ചരിത്രത്തിൽ ഇതിന് എത്രത്തോളം രേഖകളുണ്ടെന്നോ അതല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. പറയുന്നത് അതാണ്, മുനിയറ ആണ് എന്നാണ് പറയുന്നത്. ഞാനിതിൻ്റെ അകത്ത് ഒന്ന് കാണിച്ചു തരാം. മുകളിൽ കല്ലൊക്കെ വെച്ചിട്ട് ഒരു കുഴിമാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുനിയറ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനത്തെ കുറേ കല്ലുകൾ ഇവിടെ ഈ റൗണ്ടിലുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വേറെ ഒരു അറ കാണുന്നു. ക്യാമറ എത്രത്തോളം ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ. കണ്ടോ, മുകളിൽ കല്ല്, നല്ല കല്ല്. പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ മുനിമാർ തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന മുനിയറ ആണെന്നാണ് ഇതിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത്. എത്രത്തോളം ഇതിൻ്റെ രേഖകൾ ആധികാരികമാണെന്ന് പറയാൻ പറ്റില്ല. മനോഹരമായിട്ടുള്ള ഈ കുളവും ഈ കുന്നിൻ ചെരുവിലെ കാഴ്ചകളും ഈ മനോഹരമായിട്ടുള്ള ഈ മുകളിലെ ദൃശ്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല കിടിലൻ വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.